RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു റയൽ മാഡ്രിഡ് വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി. റയൽ മാഡ്രിഡിന്റെ വാൽവേർഡയുടെ എന്താ പറയാ അവിസ്മരണീയമായ ഒരു വിജയം. സാന്റിയാഗോ ബെർണബോല് വെച്ചിട്ട് പെപ്പിന്റെ സിറ്റിയെ ഒന്നും അല്ലാതാക്കിയ കഥ നമ്മൾ ഇന്നലെ സംസാരിച്ചിട്ടുണ്ട്. അതിനെ കുറിച്ചുള്ള ചർച്ചകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2-3 കളികൾ അതിനിടയിൽ വിട്ടുണ്ടായിരുന്നു നടന്നത്. ആഴ്സണൽ വേഴ്സസ് ലെവർകൂസൻ മത്സരം, അതേപോലെ തന്നെ PSG വേഴ്സസ് ചെൽസി മത്സരം, എല്ലാവരും ഉറ്റുനോക്കിയ മത്സരമാണ്. റയൽ മാഡ്രിഡ് വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി മത്സരത്തിൽ അങ്ങോട്ട് എല്ലാവരും അതിലോട്ട് ഫോക്കസ് ചെയ്തപ്പോൾ മിസ്സായ ഒരു മത്സരമാണിത്. അതേപോലെ തന്നെ ബോർഡോ ഗ്ലിമിറ്റ് സ്പോർട്ടിംഗ് CP. എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് റയൽ മാഡ്രിഡിന്റെയും മാഞ്ചസ്റ്റർ സിറ്റിയുടെ അതുപോലെ PSG-യുടെയും ചെൽസിയുടെ മത്സരങ്ങളാണെങ്കിൽ ശരിക്കും ഫുട്ബോൾ പ്രേമികൾ വല്ലാതെ മിസ് ചെയ്തൊരു മത്സരമാണ് ബോർഡോ ഗ്ലിമിറ്റ് സ്പോർട്ടിംഗ് CP. 3-0 അവർ അത്ഭുതം കാട്ടിയിട്ട് വിജയിച്ചു വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ ആദ്യം തന്നെ സംസാരിക്കാൻ പോകുന്നത് പക വീട്ടാനുള്ളതാണ്. അത് വീട്ടിയിരിക്കും. എന്താന്ന് പറഞ്ഞാല് ലൂയിസ് എൻട്രിക്ക് ഈ സീസണിലെ ചാമ്പ്യൻസ് ലീഗിന്റെ റൗണ്ട് ഓഫ് 16 ഡ്രോ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ചെൽസിനെ വേണമെന്നാണ് പറഞ്ഞത്. എന്താ പറഞ്ഞാല് കഴിഞ്ഞ സീസണിലെ സ്വപ്ന തുല്യമായ PSG-യുടെ കുതിപ്പില് അവർക്ക് മിസ്സായ ഒരൊറ്റ കിരീടമാണ് ക്ലബ് വേൾഡ് കപ്പ് എന്ന അവരുടെ കിട്ടാക്കനിയും തന്നെ പറയാം. കാരണം എന്ന് പറഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗ് അവർക്ക് കിട്ടി. ആ സീസണിൽ ഫ്രഞ്ച് കപ്പ് അടിച്ചു, ഫ്രഞ്ച് ലീഗ് അടിച്ചു, കിട്ടാവുന്ന എല്ലാ കപ്പുകളും തൂക്കിയിട്ടുണ്ടായിരുന്നു. ആകെ മിസ്സായത് ഈ ഒരൊറ്റ കപ്പാണ്. അതും ഫൈനലിൽ എല്ലാവരും പ്രതീക്ഷിച്ചത് PSG കപ്പടിക്കുന്നതാണ്. പക്ഷെ PSG നിലം പലിശാക്കി 3-0 സൈലന്റ് ആക്കി എന്ന് പറഞ്ഞാല് ഒന്നും അല്ലാതാക്കിയിട്ടാണ് അവർ ആ ഫൈനല്. അല്ലാതെ ചെറിയൊരു വിജയമൊന്നുമല്ല, ഫുള്ളായിട്ട് ഡൊമിനേറ്റ് ചെയ്ത് ചെൽസി എന്താന്ന് PSG കാണിച്ചു കൊടുത്ത് മത്സരമായിരുന്നു. അപ്പൊ അതിന് പക വീട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ലൂയിസ് എൻട്രിക്കിന്റെ പിള്ളേര് ആ ഒരു പടയൊരുക്കത്തിന് ഒരുങ്ങിയത്. PSG-യുടെ ഹോം ഗ്രൗണ്ടിലാന്നുള്ള കാര്യമൊക്കെ ശരിയാണ്. 5-2 ത്രസിപ്പിക്കുന്ന വിജയമാണ് PSG നേടിയത് ചെൽസിക്കെതിരെ. ഒരു സമയത്ത് തുല്യശക്തികൾ എന്ന രീതിയിൽ രണ്ട് ടീമുകളും ഗോളുകൾ അടിക്കുക തിരിച്ചടിയായിരുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫിൽ കളി മാറി. സെക്കൻഡ് ഹാഫിലെ അവസാന 80 മിനിറ്റുകൾക്ക് ശേഷം ഖവരാസ്ഖലിയ എന്ന് പറയുന്ന PSG-യുടെ വജ്രായുധം തന്നെ പറയാം. നെപ്പോളിയിൽ നിന്ന് ലോണിൽ വന്നതാണ്. കഴിഞ്ഞ സീസണിൽ നെപ്പോളിക്ക് വേണ്ടിയിട്ടും അവിടെ ട്രോഫികൾ അടിച്ചിട്ടുണ്ടായിരുന്നു, അവിടെയും കളിച്ചിട്ടുണ്ടായിരുന്നു. PSG-യിൽ വന്നിട്ട് PSG-യുടെ ബെസ്റ്റ് സൈനിങ് ലാസ്റ്റ് സെഷനിൽ എന്ന് പറയാം. ലോണിലാണ്. ഇപ്പൊ സ്ഥിരപ്പെടുത്തിയോ ഇല്ലയോ എന്ന് അറിയില്ല, അത് അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ അങ്ങേരുടെ ആ 2 ഗോളുകൾ, ആ ഫസ്റ്റ് ഗോളൊക്കെ ഉണ്ടല്ലോ മോനെ, ഒരു രക്ഷയില്ല. 4-5 ഡിഫൻഡർമാർ ചെൽസിയുടെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുന്നതിന്റെ അടിയിൽ കൂടെ ആ ഗോൾ കീപ്പറൊന്നും കാണാൻ പറ്റില്ല ഏതി കൂടെ ആ സാധനം കയറിപ്പോയതെന്ന്. ആ ഒരു കർവ് സാധനം കൂടി ഇറങ്ങിയത് പോസ്റ്റിനുള്ളിലേക്ക്. ഫസ്റ്റ് ഹാഫിൽ തന്നെ ബാർക്കോലയുടെ 10-ാം മിനിറ്റിൽ തന്നെ ഗോൾ സ്കോർ ചെയ്യാണ്. അതിനുശേഷം ചെൽസി തിരിച്ചടിക്കുന്നു, സമനില നേടുന്നു. അതിനുശേഷം 40-ാം മിനിറ്റില് ഡെംബലയുടെ ഒരു കിട്ടിലൻ റണ്ണില് എന്റെ പൊന്നു ചോദിച്ചാൽ ബാലൻഡിയറിന് ശേഷം ഈ സീസണിൽ അതേ ഫോം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്ത് അത്ര ഇല്ലെങ്കിലും ആ ഒരു ഗോൾ ഉണ്ടല്ലോ, എന്നാലും അടിച്ച ഒരു ഗോൾ, ആ ഒരു റണ്ണ് വിറ്റിനിയാണോ നവാസാണോ അസിസ്റ്റ് കൊടുത്തതെന്ന് അറിയില്ല. ആ ബോളും കൊണ്ട് പോകുമ്പോൾ കുക്കറയിലെയും ഒക്കെ ഡിഫൻസിൽ വന്നിട്ടുണ്ട്. പക്ഷെ ആ 2 ഡിഫൻഡർമാരെയും കബളിപ്പിച്ചുകൊണ്ട് ആ ഗോൾ കീപ്പറെയും വെട്ടിച്ച് ഒരു ഷോട്ട് വിടുന്നുണ്ട്. ശരിക്കും അതൊരു ഗോൾ കീപ്പറിന്റെ മിസ്സിംഗ് തന്നെയാണ് പറയാം. എന്താണെന്നറിയില്ല, ഓറഞ്ച് വെച്ചിട്ട 2 ടോട്ടൻഹാം ഹോട്ട്സ്പറിന്റെ ഗോൾ കീപ്പറും ചെൽസിയുടെ ഇന്നും ഒരു മണ്ടത്തരം കാണിക്കുന്നുണ്ട്. ഇതിന് ശേഷവും ആ വിറ്റിന് അടിക്കുന്ന ഗോള് എന്ത് മണ്ടത്തരാണ്. ആര് കാണാൻ പാസ് ഇട്ട് കൊടുക്കുന്നത്? ഒരു പാൾമർ വരുന്നത് സെന്റർ കടന്നിട്ടേ ഉള്ളൂ. അപ്പൊ അവിടേക്ക് ഇട്ടുകൊടുത്ത ബോളാണ് സംഭവം. വാർക്കോല പ്രസ് ചെയ്യുന്നതിന്റെ അടി കാലിൽ ബോൾ കിട്ടുന്നു. അത് നേരെ കവരസ്കേലിക്കാണെന്ന് ഇട്ട് കൊടുത്തത്. അത് അവിടെ നിന്ന് ബോൾ ടച്ച് ചെയ്ത് വന്നത് വിറ്റിനെ അടിപൊളിയായിട്ട് ആ ചിപ്പ് ചെയ്തിട്ട് ആ പോസ്റ്റിനുള്ളിലേക്ക് ഇറക്കുമ്പോൾ എന്താ പറയാ, അങ്ങനെ 5-2 വിജയമാണ്. പകരം ശരിക്കും വീട്ടിയിരിക്കുകയാണ് അവര്. ഇനി എത്രത്തോളം ചെൽസിയുടെ ഹോം ഗ്രൗണ്ടിൽ പോയി ഇതിനൊരു തിരിച്ചു വരും എന്താണെന്ന് എനിക്ക് തോന്നുന്നില്ല. PSG പോലെ ഒരു ടീമിനോട് പറയാൻ പറ്റില്ല. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ചെൽസി ഫാൻസിന് പറ്റില്ല. എന്താണെന്നാല് ഞങ്ങൾ ക്ലബ് വേൾഡ് കപ്പിൽ 3-0 പരാജയപ്പെടുത്തിയാണ് PSG-നെ എന്നൊക്കെ പറയും. അതൊക്കെ ശരിയാണെങ്കിൽ ചാമ്പ്യൻസ് ലീഗിൽ 5-2 3 ഗോൾ അടിച്ച് വരണം. PSG-യെ ഗോൾ അടിക്കാതെ 3+ ഗോളുകൾ അടിച്ചാൽ മാത്രമേ ഉള്ളൂ ചെൽസിക്ക് അടുത്ത റൗണ്ട് എന്ന സ്വപ്നത്തിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ ചാമ്പ്യൻസ് ലീഗ് എന്ന സ്വപ്നം വീണ്ടും മൂടി വെച്ചിട്ട് പോകാന്നുള്ള കാര്യമാണ്. അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ തന്നെ 2-2 പിരിഞ്ഞു. സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോൾ തന്നെ PSG-യുടെ ഗോള് വീണ്ടും അടിക്കാൻ തുടങ്ങി. അതിനുശേഷം കളി കഴിയുമ്പോൾ അതിനുശേഷം ജാവപ്പട്ടയുടെ ഒക്കെ ഒരു ഓഫ് സൈഡ് ഗോളൊക്കെ ഉണ്ടായിരുന്നു. നല്ല കിടിലൻ അറ്റാക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ PSG-യുടെ ഡിഫൻസും ഗോൾ കീപ്പറൊക്കെ തടഞ്ഞിട്ടത് ശരിയാണ്. ടോട്ടൽ ഫുട്ബോൾ എന്ന് പറഞ്ഞാല് മിഡ്ഫീൽഡിലായിക്കോട്ടെ, അതേപോലെ തന്നെ അറ്റാക്കിങ്ങിലായിക്കോട്ടെ, ഡിഫൻസിലായിക്കോട്ടെ, വിങ്ങുകളിലായിക്കോട്ടെ, മാതിരി പെർഫോമൻസ് ആണ്. എനിക്ക് തോന്നുന്നു ചെൽസിയുടെ ചാൻസസ് ഗോൾ കീപ്പർ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ഒരു 5-2 തോൽവിയൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ഒരു 3 ഗോളോ 4 ഗോളോ അല്ലാണ്ട് 5-ലോട്ടൊന്നും പോകില്ല. 2 മിസ്സും നമ്മുടെ ഗോൾ കീപ്പറുടെ മിസ്സിങ് തന്നെയാണ്. അതിൽ ആ ഡെമ്പല അടിച്ച ഗോളും വിറ്റിന് അടിച്ച ഗോളും എമ്മാതിരി മണ്ടത്തരം. അങ്ങനെ
PSG അടുത്ത റൗണ്ടിലേക്ക് ഏകദേശം ഒരു 70% അല്ലെങ്കിൽ 80% കയറി തന്നെ പറയാം. ചെൽസി ഫാൻസിന് വിരോധം തോന്നിയിട്ട് കാര്യമില്ല. എന്നാൽ അവർ കളിച്ചില്ല എന്ന് പറയുന്നില്ല. എവേ ഗ്രൗണ്ടിൽ പോയിട്ട് 40 സംതിങ് പൊസിഷൻ, അതേപോലെ തന്നെ പാസുകളും ഷോർട്ട് ഓൺ ടാർഗറ്റ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാറ്റ്സിലേക്ക് വരാം. അങ്ങനെ കളിച്ച ഒരു ടീമാണ്. അവരെ മോശമായി കാണുന്നില്ല. പക്ഷെ അവസാനത്തെ ഒരു 15 മിനിറ്റ് അവരുടെ ഡിഫൻസിലും മൊത്തത്തിൽ എല്ലാവരുടെയും കോളായി. അവസാനത്തെ 10 മിനിറ്റ് എനിക്ക് തോന്നുന്നു ടയേർഡ് ആയതുകൊണ്ട് ചെൽസിയുടെ പ്ലേയേഴ്സ്. അങ്ങനെ കളി അവസാനിച്ചു. വിസിൽ മുഴുകിയപ്പോൾ 5-2 വിജയമാണ് നേടിയിരിക്കുന്നത്. ഇനി സെക്കൻഡ് ഹാഫിൽ ചെൽസി മറികടന്ന് റെമോണ്ടാണ്ടൊക്കെ നടത്തിയിട്ട് PSG മറികടന്ന് അടുത്ത റൗണ്ടിലേക്ക് കടക്കും തോന്നുന്നുള്ളവർ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. എന്താണ് നടക്കാൻ പോകുന്നത്? അപ്പൊ നമുക്ക് ഇവരുടെ സ്റ്റാറ്റ്സിലേക്ക് ഒന്ന് കടക്കാം. PSG വേണ്ടിയിട്ട് ഡെംബലയും ബാർക്കോലയും വെറ്റിനെയും കവറാസ്കലും ഡബിളും കൂടി ആയപ്പോൾ ചെൽസിക്ക് വേണ്ടി 2 ഗോളുകൾ സ്കോർ ചെയ്തത് ഗോസ്റ്റോയും അതേപോലെ തന്നെ എൻസോ ഫെർണാണ്ടസ് ആണ്. അപ്പൊ നമുക്ക് ഇവരുടെ സ്റ്റാറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ 10 ഷോട്ടുകളാണ് PSG എടുത്തുള്ളത്. അതിൽ 7 എണ്ണം ഓൺ ടാർഗറ്റ് എന്നുള്ളത് നോക്കണം. അവരുടെ ആ ഒരു അറ്റാക്കിങ്ങിന്റെ ആ ഒരു ഗുണമാണ് ഈ ഓൺ ടാർഗറ്റുകൾ. അത്രയും കൃത്യനിഷ്ഠയുള്ള ടാർഗറ്റുകളിലേക്കാണ് അവരുടെ മൂവിങ്. അത് നമുക്ക് നോക്കിയാൽ മനസ്സിലാൻ പറ്റും അവരുടെ കളിയിൽ. ചെൽസി ആയിക്കോട്ടെ 7 ഷോട്ടുകൾ എടുത്തതിൽ 4 എണ്ണം ഓൺ ടാർഗറ്റാണ്. അതും എവേ മനസ്സിലാകുന്നുള്ള കാര്യം ആലോചിക്കണം. 58% PSG ബാൾ പൊസിഷൻ ഉണ്ടായിരുന്നത്, 42% ചെൽസിയുടെ ഭാഗത്ത് ബാൾ പൊസിഷൻ ഉണ്ടായിരുന്നു. 580 പാസുകൾ PSG കംപ്ലീറ്റ് ചെയ്തപ്പോൾ 423 പാസുകൾ ചെൽസി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം തുല്യ ശക്തികളുടെ കളി എന്ന് പറയാൻ പറ്റും. 91% പാസിംഗ് അക്യൂറസി PSG ഭാഗത്ത് ഉണ്ടായിരുന്നപ്പോൾ 84% മാത്രമാണ് ചെൽസിയുടെ ഭാഗത്ത് ഉണ്ടായിരുന്നത്. അതേപോലെ 11 ഫൗളുകൾ കമ്മിറ്റ് ചെയ്തപ്പോൾ ഇവിടെ 3 ഫൗളുകൾ മാത്രം ചെൽസിയുടെ ഭാഗത്ത് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നും ഒരു യെല്ലോ കാർഡാണ് PSG കിട്ടിയിട്ടുള്ളത്. അതേപോലെ ഓഫ് സൈഡ് നോക്കുകയാണെങ്കിൽ 2 1 കോർണേഴ്സ് വിൻ ചെയ്തത് PSG 2 ചെൽസി 3. അങ്ങനെ അടുത്ത റൗണ്ട് മത്സരത്തിൽ ഏകദേശം ചെൽസിക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ അവർ പോയിരുന്നു. പക്ഷെ അവസാനം നിന്ന് കാലടറി പോയി. അവസാനത്തെ ഒരു 10-15 മിനിറ്റ് അവർക്ക് കാലടറി പോയി എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പൊ എന്തായാലും സെക്കൻഡ് റൗണ്ട് മത്സരത്തിൽ ചെൽസിയുടെ ഹോം ഗ്രൗണ്ട് ബ്രിഡ്ജിൽ വന്നിട്ട് PSG ചെൽസിയെ മറികടക്കാനാവോ അതോ ചെൽസി എന്തായിത്തീരുന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ അടുത്ത മത്സരത്തേക്ക് വരികയാണെങ്കിൽ ലെവർകൂസൻ വിസസ് ആഴ്സണൽ മത്സരമാണ്. ഈ ചാമ്പ്യൻസ് ലീഗിൽ 16 റൗണ്ട് തുടങ്ങിയപ്പോൾ എല്ലാ കളി നോക്കിയാൽ മതി. ഇംഗ്ലീഷുകാർക്കൊക്കെ എന്തൊക്കെയോ പറ്റിയിട്ടുണ്ട്. ഇംഗ്ലീഷ് മാമന്മാരൊക്കെ കാലടറിയിരിക്കുകയാണ്. ടോട്ടൻഹാം ഹോട്ട്സ്പർ, ചെൽസി, ലിവർപൂള്, ആഴ്സണല്, എല്ലാവർക്കും കാലടറിയിരിക്കുകയെന്ന് പറയാം. ക്രിസ്റ്റൽ പാലസ് എല്ലാവരും വമ്പ് കാണിച്ച് വന്നതാ. അവിടെ വന്നിട്ട് ഇപ്പോ ഒന്നും അല്ലാതായിരിക്കാണ്. അപ്പൊ നമുക്ക് ലെവർകൂസൻ വിസസ് ആഴ്സണൽ മത്സരത്തിലേക്ക് കടക്കാം. മത്സരത്തിൽ ലെവർകൂസന്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ചിട്ടായിരുന്നു മത്സരം. 1-1 ആഴ്സണൽ സമനിലയിൽ പിരിഞ്ഞു. ആഴ്സണൽ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. എന്താ പറഞ്ഞാൽ അവസാന മിനിറ്റിൽ കിട്ടിയ ആ ഒരു പെനാൾട്ടി, എന്ത് പെനാൾട്ടി എന്നറിയില്ല. ലാലിഗ ആണെങ്കിൽ പോട്ടേന്ന് വെക്കാം, വാറിന് അവിടെ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ട്, ഇംഗ്ലീഷ് പ്രീമിയർ ആകും പോട്ടേന്ന് വെക്കാം. പക്ഷെ ഇത് ചാമ്പ്യൻസ് ലീഗ് പോലൊരു ടൂർണമെന്റിൽ, ലോകത്തിലെ ഏറ്റവും ആളുകൾ കാണുന്ന ഒരു ടൂർണമെന്റിന്റെ ഒരു നോക്കൌട്ട് റൗണ്ടിൽ ഇങ്ങനെയുള്ള പിഴവുകളൊക്കെ എനിക്ക് തോന്നുന്നില്ല അതൊരു ഫൗള്, അതൊരു പെനാൾട്ടിക്കുള്ള ഫൗളോ ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറെ ട്രോളുകൾ വരുന്നുണ്ട്. അങ്ങനെ ലെവർകൂസൻ 1-1 സമനിലയിൽ കുടുക്കിയിരിക്കുകയാണ് ആഴ്സണലിനെ. സത്യം പറഞ്ഞാല് ആഴ്സണല് ഒന്നുമല്ല കളിയിൽ ആ ഒരു 1-2 ചാൻസുകൾ, ഇത്രയും മോശമായ ഒരു കളി ആഴ്സണൽ ഇതിനു മുമ്പ് ഈ അടുത്ത കാലത്തൊന്നും കളിച്ചിട്ടുണ്ടാവില്ല. ചെൽസിക്കെതിരെ അതേപോലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആ ഒരു കളി അനുസ്മരിപ്പിക്കുന്ന കളിയാണ്. പക്ഷേ ലെവർകൂസൻ അവസരങ്ങൾ കിട്ടിയായിരുന്നു ഗോൾ സ്കോർ ചെയ്യാൻ വേണ്ടി, പക്ഷെ നടന്നില്ല. റയ തന്നെ അതിന് കാരണം. റയ എന്ന് പറഞ്ഞ ഗോൾ കീപ്പറിന്റെ മുന്നിൽ തന്നെയാണ് അവർ പരമാവധി ഡിഫൻസും കാര്യങ്ങളൊക്കെ അടിപൊളി ചെയ്തിട്ടുണ്ട്. പക്ഷെ റൺ ചെയ്തിട്ട് അതേപോലെ കൗണ്ടറിലൂടെയും ഗോൾ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്താ പറയുക, അമ്മാതിരി പ്രശ്നവും കാര്യങ്ങളും ഉണ്ടായിരുന്നു ലെവർകൂസന്റെ ഭാഗത്ത്. അവരുടെ ഹോം ഗ്രൗണ്ടിന്റെ അഡ്വാൻറ്റേജ് മൊത്തത്തിൽ മുതലെടുത്തിട്ട് അവർ കളിച്ചു. ഇനി അടുത്ത ആഴ്സണലിന്റെ ഹോം ഗ്രൗണ്ടിലാണ് എമിറേറ്റ്സിൽ വന്നിട്ട് എനിക്ക് തോന്നുന്നില്ല ലെവർകൂസന് ഒരു അട്ടിമറിച്ചിട്ട് അടുത്ത റൗണ്ടിലേക്ക് പോകാൻ പറ്റുന്നത്. എന്താ പറഞ്ഞാൽ ഈ സീസണിൽ ചാമ്പ്യൻസ് ലീഗ് അടിക്കാനുള്ള ഏറ്റവും ടോപ്പ് പ്രയോറിറ്റിയിലുള്ള ടീമുകൾ എന്നാണ് ആഴ്സണൽ. അവർക്ക് ഒരു കളിയിൽ എവേ മത്സരമാണ് അവർക്ക് കാലിടറിയിട്ടുണ്ടാകും. പക്ഷെ അവര് ഗണ്ണേഴ്സിന്റെ ഹോം ഗ്രൗണ്ടിൽ വരുമ്പോൾ ഇതൊന്നും ആയിരിക്കില്ല അവരുടെ കളി. ലെവർകൂസന് എത്രമാത്രം എനിക്ക് തോന്നുന്നില്ല ഒരു 3 ഗോളിനൊക്കെ ആഴ്സണൽ 3-1 ആഴ്സണൽ വിജയിക്കാനേ ചാൻസ് ഉള്ളൂ. എന്താ പറഞ്ഞാൽ എമിറേറ്റ്സിൽ വന്നു കഴിഞ്ഞാൽ കളി മാറും. എവേ ഹോമൊന്നും പ്രശ്നമില്ല. പക്ഷെ ചാമ്പ്യൻസ് ലീഗ്, യൂറോപ്പിന്റെ ചാമ്പ്യൻസ് ലീഗ് ലാബുകളിൽ എല്ലാവർക്കും അവരുടെ ടീമിന്റെ സപ്പോർട്ട്, ഹോം ഗ്രൗണ്ട് സപ്പോർട്ട് അത്രയ്ക്ക് കിട്ടുന്നുള്ള കാര്യത്തിൽ അതിൽ ശരിക്കും മുതലെടുത്തിട്ടുണ്ട്. അങ്ങനെ ആ കളി കഴിഞ്ഞു. നമുക്ക് ഇവരുടെ സ്റ്റാറ്റ്സ് നോക്കിയാൽ തന്നെ ഈ കളിയുടെ നിലവാരം ഏകദേശം അറിയാൻ പറ്റും. 8 ഷോട്ടുകളാണ് ലെവർകൂസൻ കിട്ടിയത്. അത് 3 എണ്ണം ഓൺ ടാർഗറ്റിലേക്ക് എത്തിച്ചപ്പോൾ ആഴ്സണൽ കിട്ടിയത് 7 ഷോട്ടുകളാണ്. അതിൽ 3 എണ്ണം ഓൺ ടാർഗറ്റിൽ എത്തിയിട്ടുണ്ട്. 43% ബോൾ പൊസിഷൻ ഉണ്ടായിരുന്നു ലെവർകൂസന്റെ അടുത്ത്. അവിടെ 57% ബോൾ പൊസിഷൻ ഉണ്ടായിരുന്നു. 438 പാസുകൾ ലെവർകൂസൻ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 510 പാസുകളാണ് ആഴ്സണൽ കംപ്ലീറ്റ് ചെയ്തത്. 87% പാസിംഗ് കുറിച്ച് ഉണ്ടായിരുന്നു.
ലെവർകൂസന്റെ ഭാഗത്ത്. അവിടെ ആഴ്സണലാണെങ്കിൽ 90% പാസിംഗ് അക്യൂറസി ഉണ്ടായിരുന്നു. 8 ഫൗളുകൾ കമ്മിറ്റ് ചെയ്തു, ഇവിടെ 10 ഫൗളുകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 4 യെല്ലോ കാർഡും ആഴ്സണലിന് 3 യെല്ലോ കാർഡും കിട്ടിയിട്ടുണ്ടായിരുന്നു. കോർണേഴ്സ് നോക്കുകയാണെങ്കിൽ 2-3 ശരിക്കും ഇവർ കളി തുടങ്ങുന്ന മുമ്പ് കോർണർ കിക്കിന്റെ ഭാഗത്ത് ഒരു ഇത് വെച്ചിട്ടുണ്ടായിരുന്നു, നോ കോർണേഴ്സ് എന്ന് പറഞ്ഞിട്ട്. ആഴ്സണലിന് കോർണേഴ്സ് കൊടുക്കൂല എന്നുള്ളൊരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനനുസ്മരിപ്പിക്കുന്ന രീതി തന്നെയായിരുന്നു കളി. ആകെ 3 കോർണേഴ്സ് ആണ്. അതേപോലെ തന്നെ ലെവർകൂസൻ ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്തത് അവരുടെ സെറ്റ് പീസിലൂടെയാന്നുള്ള കാര്യം ആലോചിക്കണം. സെറ്റ് പീസുകളുടെ രാജാക്കന്മാരായ ആഴ്സണലിനെതിരെ സെറ്റ് പീസിലൂടെ ഗോളുകൾ സ്കോർ ചെയ്തിട്ട് അവർ മുന്നിലെത്തിയിരിക്കുന്നത്. എത്രമാത്രം ഇനി മുന്നോട്ടുള്ള പോക്ക് എമിറേറ്റ്സിന്റെ ഗ്രൗണ്ടിൽ വന്നിട്ട് എനിക്ക് തോന്നുന്നില്ല ലെവർകൂസൻ. പക്ഷെ അത്ഭുതങ്ങളൊക്കെയാണ്, ഫുട്ബോളാണ്, അത്ഭുതങ്ങളൊക്കെ സംഭവിക്കും. ഇന്നലെ കണ്ടില്ലേ റയൽ മാഡ്രിഡിന്റെ ആരും പ്രതീക്ഷിക്കാത്തൊരു അട്ടിമറി എന്നല്ല പറയാ, അതിനെന്താ പറയാ, അത്ഭുതം, റയലിന്റെ അത്ഭുതം തന്നെ പറയാം. അവർക്ക് അങ്ങനെയൊരു അത്ഭുതങ്ങൾ ഉണ്ട്. ഹെൻറി പറഞ്ഞ ഓർമ്മയുണ്ട്, ഹെൻറി പറഞ്ഞത് ആ ഒരു ജേഴ്സി, ഹെൻറി ബാഴ്സലോണയുടെ കടുത്ത ആരാധകർ, ബാഴ്സലോണ ലെജൻഡാണ് എല്ലാം അറിയാം. പക്ഷെ ആൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ആ ഒരു റയൽ മാഡ്രിഡിന്റെ ജേഴ്സി എടുത്ത് ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ഈ തലയിൽ ഈ മുടിയില്ലാത്ത മുടി ചിലപ്പോൾ മുളച്ചു വരുന്നു. അതൊരു സംഭവമാണ്. അത് ലാലീഗിലായിക്കോട്ടെ, അത് വിട്ടാലും ചാമ്പ്യൻസ് ലീഗിന്റെ കാര്യം വരുമ്പോൾ അത് റയല് അങ്ങനെയാണ്. അടുത്ത മത്സരത്തെ കുറിച്ച് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ഇന്നലെ തന്നെ ഇവരെ കുറിച്ച്, ബോർഡോ ഗ്ലിമിറ്റ് എന്ന് പറയുന്ന ആ കുഞ്ഞൻ ക്ലബിനെ കുറിച്ച് ഞാൻ ഇന്നലെ തന്നെ വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ റയൽ മാഡ്രിഡ് വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി, റയൽ മാഡ്രിഡിന്റെ ആ ഒരു വിജയത്തിൽ ചിലപ്പോൾ റീച്ച് കിട്ടിയെന്ന് വരില്ല, ആൾക്കാരിൽ എത്തിയെന്നും വരില്ല. അപ്പൊ വെറുതെ ഒരു വീഡിയോ ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ള കാരണം കൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. ബോർഡോ ഗ്ലിമിറ്റ് എന്ന് പറയുന്ന ആ കുഞ്ഞൻ ക്ലബിന്റെ ഉദയം, എന്താ പറയാ, അവരുടെ ഒരു പോരാട്ട വീര്യത്തിന്റെ കാര്യമാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. എന്താ കാര്യം എന്ന് പറഞ്ഞാല്, അവര് ചാമ്പ്യൻസ് ലീഗിൽ കന്നി അംഗക്കാരാണ്. ആ ഒരു ചെറിയൊരു സ്ഥലത്ത്, നോർവേയിലെ ഐസ് ഇങ്ങനെ മരവിച്ച് കിടക്കുന്ന ആ ഒരു ചെറിയ സ്ഥലത്ത് നിന്ന് ഒരു ക്ലബ്ബ് വരികയാണ്. അവർ വന്നപ്പോൾ ആദ്യം നെട്ടിച്ച മാഞ്ചസ്റ്റർ സിറ്റിയാണ്. അപ്പൊ എല്ലാവരും വിചാരിച്ചു ഇതൊരു അട്ടിമറിയായിരിക്കുന്നു. അതിനുശേഷം അറ്റ്ലറ്റിക്കോ മഡ്രിഡിനെ, അതിനുശേഷം ഇന്റർ മിലാനെ ഹോമിലും പരാജയപ്പെടുത്തിയതൊക്കെ എവയിലും കൂടി പരാജയപ്പെടുത്തിയെന്ന് പറയുമ്പോൾ ഹോം ഗ്രൗണ്ടിന്റെ അഡ്വാൻറ്റേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരുടെ ഹോമിന്റെയും അവരുടെ കാണികളുടെയൊക്കെ ചെറിയ കുറച്ച് എത്രയോ 50,000 താഴെയുള്ള അവിടുത്തെ മൊത്തം കപ്പാസിറ്റി നോക്കിക്കഴിഞ്ഞാൽ 20,000 താഴെ എന്തോ ഉള്ളൂ കപ്പാസിറ്റി. അങ്ങനെ ഒരു ക്ലബ്ബ് ഇന്റർ മിലാൻ എന്ന് പറയുന്ന കഴിഞ്ഞ പ്രാവശ്യത്തെ റണ്ണേഴ്സ് അപ്പ് ആണ്. അവരെ ഹോമിലും എവയിലും തരിപ്പണാക്കിയിട്ട് എന്താ പറഞ്ഞാല് കളിക്കാൻ വരെ വിട്ടിട്ടില്ല. അങ്ങനെ ഡിഫൻസിലായിക്കോട്ടെ, അറ്റാക്കിങ്ങിലായിക്കോട്ടെ, മിഡ്ഫീൽഡിലായിക്കോട്ടെ, ആ ഗോൾ കീപ്പർ ആയിക്കോട്ടെ, എല്ലാവരും ആ ഒരു പോരാട്ട വീര്യം കൊണ്ട് തോൽപ്പിച്ചിട്ട് ഇപ്പോ സ്പോർട്ടിംഗ് സിപി നിസാരക്കാരല്ല. അവര് ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പോ 8ാം സ്ഥാനത്ത് ടോപ്പ് 8 കയറിയ ഒരു ടീമാണ്. PSG പരാജയപ്പെടുത്തി 2-1 പരാജയപ്പെടുത്തിയിട്ടുണ്ട് അവര്. അപ്പോ പോർച്ചുഗലിന്റെ കരുത്തരായ ചാമ്പ്യന്മാരാണ് അവര്, സ്പോർട്ടിംഗ് CP. അവരെ 3-0 സ്പോർട്ടിംഗ് CPയുടെ ഏവേ മത്സരം എന്നുള്ള കാര്യമൊക്കെ ശരിയാണ്. പക്ഷേ സ്പോർട്ടിംഗ് CP എന്ന് പറയുന്ന ക്ലബിന് 3-0 ഫസ്റ്റ് റൗണ്ട് പരാജയപ്പെടുത്തി. സെക്കൻഡ് റൗണ്ട് സ്പോർട്ടിംഗ് CPന്റെ ഗ്രൗണ്ടിൽ പോയിട്ട് ചിലപ്പോ എനിക്ക് തോന്നുന്നില്ല സ്പോർട്ടിംഗ് CP തിരിച്ചു വരുന്നു. എന്താ പറഞ്ഞാൽ 3 ഗോളുകൾ ലീഡുണ്ട്. ഈ ബോർഡോ ഗ്ലിമിറ്റ് ഇന്റർ മിലാനെ പോലെ ഒരു ടീമിനെ പരാജയപ്പെടുത്തിയ സ്ഥിതിക്ക് അവിടെ പോയിട്ട് ഗോളുകൾ അടിച്ചു കൂട്ടിയിട്ടാണ്, അല്ലാതെ ഡിഫൻസ് കളിച്ചിട്ടൊന്നുമല്ല. അത് സെക്കൻഡ് ഹാഫിലാണ് അവർ 2 ഗോളുകൾ സ്കോർ ചെയ്ത് ആലോചിക്കണം. ഗോൾ സ്കോർ ചെയ്യുമ്പോഴാണ് അവർ കൂടുതൽ അഗ്രഷനും ആക്രമിക്കാനുള്ള ആ ഒരു ഇത് അവർക്ക് വരുന്നത്. അങ്ങനെ സ്പോർട്ടിംഗ് CPന്റെ ഗ്രൗണ്ടിൽ പോയിട്ട് ഇനിയിപ്പോ അടുത്ത മത്സരത്തിലും ഇവര് എനിക്ക് തോന്നുന്നു ചുരുങ്ങിയത് 1-2 ഗോളുകൾ കൂടുതൽ അടിച്ചിട്ട് ചിലപ്പോൾ സ്പോർട്ടിംഗ് CP 1-2 ഗോളുകൾ അടിക്കായിരിക്കും. അഗ്രിഗേറ്റ് നോക്കുകയാണെങ്കിൽ എന്തായാലും 5-2 അങ്ങനെയുള്ള അഗ്രിഗേറ്റ് ആയിരിക്കും. മിക്കവാറും ബോർഡോ ഗ്ലിമിറ്റ് അടുത്ത റൗണ്ടിലേക്ക് ചരിത്രം തിരുത്തിയിട്ട് പോവാന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇനി അടുത്ത് വരാൻ പോകുന്നത് ആഴ്സണലായിരിക്കും. മിക്കവാറും ആഴ്സണലാണ് വരാൻ ചാൻസ് ഉള്ളത്. ഇനിയിപ്പോ എങ്ങനെയും അട്ടിമറി നടത്തി ലെവർകൂസൻ വരികയാണെങ്കിലും ബോർഡോ ഗ്ലിമിറ്റ് മുമ്പിൽ കുറച്ച് വെള്ളം കുടിക്കേണ്ടി വരും. അവരുടെ കളി ശൈലി നോക്കിയാൽ മതി. അവര് ആ ഒരു ഗ്രൗണ്ടിലേക്ക് പോകുന്ന സമയത്ത് അവരുടെ ക്യാപ്റ്റൻ അവർക്ക് കൊടുക്കുന്ന ഒരു എനർജി ഉണ്ടല്ലോ, എന്താ പറയുന്നത് പറഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. നേടാൻ ഉള്ളത് ചാമ്പ്യൻസ് ലീഗ് എന്ന അതിൽ ഏതുവരെ പോകാൻ പറ്റും. ഇനിയിപ്പോ ഒരു സെമി ഫൈനലിൽ എത്തി, അല്ലെങ്കിൽ ക്വാർട്ടർ ഫൈനലിൽ, പ്രീ ക്വാർട്ടറിൽ എവിടെ എത്തിയാലും അത് വലിയൊരു അച്ചീവ്മെന്റ് ആണ് ആ ക്ലബിന്. അതിന് അവരുടെ കോച്ചിന് കൊടുക്കണം ഒരു ബിഗ് സല്യൂട്ട്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ എവിടെയോ കിടക്കുന്ന ഒരു ക്ലബിനെ അവരുടെ ചാമ്പ്യൻസ് ലീഗ് എന്ന് പറഞ്ഞ സ്വപ്നമാണ്, വളരെ വിദൂരമായ സ്വപ്നത്തിലേക്ക് എത്തിക്കാൻ ആ കോച്ചിനെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ പ്ലേയേഴ്സിനെ കൂട്ടിയിട്ട് ആ കോച്ചിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ കോച്ചിന് തന്നെയാണ് ഈ ചാമ്പ്യൻസ് ലീഗിലെ ഏറ്റവും വലിയ അട്ടിമറികൾ നടന്നിട്ടാണ് അവർ ഇവിടെ എത്തിയിരിക്കുന്നത്. 1-2 കളിയാണെങ്കിൽ ഓക്കെ എന്ന് വെക്കാം. ഇത് കഴിഞ്ഞ 2025 അവർ ചാമ്പ്യൻസ് ലീഗിൽ വിജയമൊന്നും ഉണ്ടായിട്ടില്ല, സമനിലകളും ഒക്കെ ആയിട്ട് എങ്ങനെയോ എത്തിയതാണ്. പക്ഷെ 2026 അവര് പരാജയപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യമാണ്.
അവസാനം നടന്ന മത്സരങ്ങളൊക്കെ വിജയിച്ചിരിക്കുന്ന 2026 അവർക്ക് ശരിക്കും സ്വപ്നതുല്യമായ ഒരു വർഷമായിട്ടാണ് അവർക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അവരുടെ ആ കളിയുടെ സ്റ്റാറ്റ്സിലേക്ക് ഒന്ന് വന്നു കഴിഞ്ഞാൽ ബോർഡോ ഗ്ലിമിന്റെ അടുത്തുള്ള 10 ഷോട്ടുകളാണ്, അതിൽ 5 എണ്ണം ഓൺ ടാർഗറ്റ് ഇരിക്കുന്നത്, അതിൽ 3 എണ്ണം ഗോളായെന്നുള്ള കാര്യമാണ് ചിന്തിക്കേണ്ടത്. അപ്പോ ഇങ്ങനെ ഒരു കുഞ്ഞൻ ടീമിന് ഇത്രയും നല്ല ഒരു എന്താ പറയാ ഓൺ ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരിനി മുന്നോട്ട് പോകുന്നുള്ള കാര്യം സംശയമൊന്നുമില്ല. എന്താ പറഞ്ഞാല് ഗോളുകൾ അടിക്കാതെ ഡിഫെൻഡ് ചെയ്തിട്ട് മാത്രം അവര് സെമിഫൈനലും ഈ റൗണ്ട് ഓഫ് 16 എത്തിയതല്ല. അവര് ഗോൾ അടിച്ചും ഡിഫെൻഡ് ചെയ്തും അതേപോലെ തന്നെ കളിച്ചിട്ടാണ്, തട്ടിമുട്ടി വന്നൊന്നുമല്ല. അതേപോലെ സ്പോർട്ടിംഗ് സിപിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 11 ഷോട്ടുകൾ എടുത്തിട്ട് അതിൽ 3 എണ്ണം ഓൺ ടാർഗറ്റിലേക്ക് 1 എണ്ണം പോലും ഗോളാക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ള കാര്യമാണ്. 49% പൊസിഷൻ ഉണ്ടായിരുന്നത് ബോർഡോ ഗ്ലിമിന്റെ കയ്യിൽ. അവിടെ നോക്കുകയാണെങ്കിൽ 51% പൊസിഷൻ ഉണ്ടായിരുന്നു. 488 പാസുകൾ ബോർഡോ ഗ്ലിമിറ്റ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ 483 പാസുകളാണ് സ്പോർട്ടിംഗ് സിപി കംപ്ലീറ്റ് ചെയ്ത്. 90% പാസിംഗ് അക്യുറസി ഉണ്ടായിരുന്നു, ഇവിടെ 91% പാസിംഗ് അക്യുറസി ഉണ്ടായിരുന്നു. 14 ഫൗളുകൾ ബോർഡോ ഗ്ലിമിറ്റ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ 8 ഫൗളുകളാണ് അവിടെ സ്പോർട്ടിംഗ് സിപി കംപ്ലീറ്റ് ചെയ്തത്. 2 യെല്ലോ കാർഡും ഇവിടെ ഒരു യെല്ലോ കാർഡും ഉണ്ടായിരുന്നു. കോർണേഴ്സ് നോക്കുകയാണെങ്കിൽ 4ഉം 5ഉം വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം തുല്യ ശക്തികളുടെ കളിയെന്ന് നമുക്ക് കണ്ടാൽ തോന്നും. ഓൺ ടാർഗറ്റ്, അതേപോലെ ബോൾ പൊസിഷൻ, അതേപോലെ പാസിംഗ് അക്യുറസി, ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കോർണേഴ്സ് ഇതൊക്കെ വിൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരേ തുല്യ ടീമുകളുടെ കളിയെന്ന് വിചാരിക്കും. പക്ഷെ സ്കോർ ബോർഡിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയാണ് ബോർഡോ ഗ്ലിമിറ്റ് എന്ന് പറയുന്ന ക്ലബ്ബ് ഒരു പിടിയല്ല, ഒരു 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 1.5 പിടി മുകളിൽ നിൽക്കുന്നത് പറയല്ലേ, അങ്ങനത്തെ 3-1 വിജയം നേടിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു മിക്കവാറും ഇവര് അടുത്ത റൗണ്ടിൽ കയറും. സ്പോർട്ടിംഗ് സിപ്പിന്റെ ഹോം ഗ്രൗണ്ടിൽ പോയിട്ട് അവർ ഗോൾ അടിക്കും. അവർ ഇന്റർനെറ്റിൽ എന്താ ചെയ്ത് ആ സംഭവം ചെയ്തിട്ട് അവർ ഗോളിലേക്ക് കയറും. ചാമ്പ്യൻസ് ലീഗ് ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ സീസണിൽ ചാമ്പ്യൻസ് ലീഗിൽ കറുത്ത കുതിരകൾ സ്പോർട്ടിംഗ് സിപ്പ് ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ അതിനെയൊക്കെ എന്താ പറയുക, ആ ഒരു വിലയിരുത്തലുകളൊക്കെ മാറ്റി മറിച്ചുകൊണ്ടാണ് ഈ ഒരു ബോർഡോ ഗ്ലിമിറ്റ് എന്ന് പറയുന്ന ക്ലബ്ബ് 2026 തുടങ്ങിയപ്പോൾ ചാമ്പ്യൻസ് ലീഗിലുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അവർ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഇനിയിപ്പോൾ സ്പോർട്ടിംഗ് സിപ്പായിട്ട് ജയിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആഴ്സണലിൽ എവർഗൂസൺ ആയിരിക്കും, മിക്കവാറും ആഴ്സണലായിരിക്കും. പക്ഷെ ആഴ്സണലിൽ സ്പോർട്ടിംഗ് സിപ്പിന്റെ മുന്നിൽ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് നമ്മൾ കണ്ടറിയണം. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.